ദൈവത്തിന് മഹത്വം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാനൊരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ട്രാക്റ്റ്, ഈ വ്യക്തി നിങ്ങൾ ആണോ? ഇത് ലേഖ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജീവിത സാക്ഷ്യമാണ്. ഇത് ട്രാക്റ്റായിട്ട് അടിച്ചു വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈ ട്രാക്റ്റ് ഉണ്ടാകുന്നതിന് കാരണം, ഈ ജീവിത സാക്ഷ്യം ഉണ്ടാകുന്നതിന് കാരണം മറ്റൊരു ട്രാക്റ്റാണ്. അതിതാണ് ഈ വേദന എന്തിനാ എന്ന് പറയുന്ന ഈ ട്രാക്റ്റ്. ഇത് ലേഖയ്ക്ക് ലഭിക്കുകയും അങ്ങനെ ലേഖ രൂപാന്തരപ്പെടുകയും ചെയ്തു. ആ കഥ നമുക്ക് കേൾക്കാം. ലേഖ നമ്മളോടിപ്പോൾ ഒപ്പമുണ്ട്. സിസ്റ്റർ ലേഖ, എങ്ങനെയാണ് ഈ ട്രാക്റ്റ് ലഭിച്ചത്? എങ്ങനെയാണ് ജീവിതം രൂപാന്തരപ്പെട്ടത്? ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 2010 ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് വിഷം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് മരണം എന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇറങ്ങി വിഷം വാങ്ങിക്കാൻ പോയി. ഓണത്തിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടത്തിൽ കൂടെ ബസ്സിൽ വലിഞ്ഞു കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എങ്കിലും സന്ധ്യ ആകുന്നതുകൊണ്ട് ഞാൻ ആ ബസ്സിൽ തന്നെ കയറണമെന്ന് ആഗ്രഹിച്ചു. ബസ്സിൽ കയറി. അപ്പോൾ എൻ്റെ ഷോളിൻ്റെ തുമ്പത്ത് ആരോ വലിച്ചു. അപ്പോൾ ആ പോർട്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളെ ആരോ വിളിക്കുന്നെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുകയെങ്കിലും എനിക്ക് ആളെ കാണാൻ പറ്റിയില്ല. ആ ഒരു സാധനം മേടിക്കാനാണ് പോർട്ടർ പറഞ്ഞപ്പോൾ ഞാൻ പുറകോട്ട് കൈ നീട്ടി. അപ്പോൾ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ആ പേപ്പറുമായിട്ട് ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ തൊട്ട് എൻ്റെ ആ മനസ്സിൻ്റെ ആ വലിയ കഠിനം ഒന്ന് അയഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു തണുപ്പുമൊക്കെ അനുഭവപ്പെട്ടു. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി കയ്യിലിരുന്ന പേപ്പർ നോക്കിയപ്പോഴത്തേനും അതിൽ കാണുന്ന ക്രൂശിതനായ യേശു ആയിരുന്നു. അപ്പോൾ അതിന് താഴെ എഴുതി, ഞാൻ നിനക്ക് വേണ്ടി കൂടിയാണ് മരിക്കുന്നത് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടി കൂടി മരിച്ചോ? ഈ യാതനകളെല്ലാം ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ട് എനിക്ക് വേണ്ടി മരിച്ചെന്നോ അതാര് എന്നുള്ള ചിന്തയായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ ആ ട്രാക്റ്റ് മൊത്തം വായിക്കുവാനിടയായി. അപ്പോൾ ആ ട്രാക്റ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യണമെന്നൊരു സ്വഭാവക്കാരിയായതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ച സമയത്ത് എൻ്റെ വീട് ഒരു മൺവരയായിരുന്നു. അത് കുറച്ചൊക്കെ വൃത്തിയാക്കി, തേച്ച് കഴുകാനൊന്നും പറ്റത്തില്ല, പായക്കെട്ട് ആണ് അതിൻ്റെ പുറത്തോടെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, വിളക്കൊക്കെ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നുകൊണ്ട് വിളക്കൊക്കെ തേച്ച് വെച്ചു. എന്നെ അടക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് കയറ് കെട്ടി അവരെ അടക്കണമെന്നും എഴുത്തൊക്കെ എഴുതി വെച്ചു. എന്നെ താരെ കുറ്റവാളിയാക്കിക്കൊണ്ടല്ല, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ള രീതിയിലെല്ലാം ഞാൻ എഴുതുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ട്രാക്റ്റ് കിട്ടി അന്ന് രാത്രി തന്നെ എനിക്ക് പൊട്ടിക്കരയാനിടയായി. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, അതുകൊണ്ട് നീ മരിക്കണ്ടെന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ ചിന്തകൾ മാറിപ്പോയി. ഞാനൊരു പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര ഭയം ഒക്കെ ഉള്ളതാണ്. ഈ പെരയൊക്കെ പോയിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്യാമെന്ന് ഒരുങ്ങിയത്. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നെന്നും എന്നെ സംരക്ഷിക്കുമെന്നും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം എനിക്ക് കൂട്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിലിരുന്ന് അയ്യോ പറയുന്ന പോലെ തന്നെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അന്നൊന്നും ഞാനത് മനസ്സിൽ വെച്ചെങ്കിലും അന്നും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഉറങ്ങാതെ ഞാൻ ഓർത്ത്, ഞാൻ ഈ ചിന്ത മാറിക്കഴിഞ്ഞ നാളെ എനിക്ക് വീണ്ടും ഈ ചിന്ത വന്ന അന്ന് മരിച്ചില്ലെങ്കിൽ എന്നെ ഇപ്പോഴാണ് ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതി എനിക്ക്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ ചോദിച്ചു, എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പം എന്നോട് തന്നെ പറയുകയാണ് കൊണ്ടുപോകും. അപ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടി എൻ്റെ മനസ്സിൽ തന്നെ പറയുകയാണ് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അന്നേരം തീരുമാനമെടുത്ത് അന്ന് ഞാൻ മരിക്കുന്നില്ല. എന്നെ പക്ഷേ ഒരു മനുഷ്യൻ്റെ മുന്നിൽ നാണം കെടുത്താതെ എന്നെ മാനിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ വിളക്കെല്ലാം എടുത്തു. അന്ന് വിളക്ക് നിർത്തിയാണ്. പിന്നെ എനിക്ക് വിളക്ക് കത്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ആ കയറും എല്ലാം അഴിച്ചു കഴിഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഒന്നും പണിക്ക് പോയില്ല. ഞാൻ ഇതേക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതിന് വലിയ വായനയൊന്നുമില്ല. പള്ളിയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. അമ്പലത്തിൽ ചെറുപ്പം പോലെ പോകാറില്ല, ഹിന്ദു ആണെങ്കിലും. ഈ പള്ളിയിൽ ഇങ്ങനെ പോകും. എല്ലാ മാസം ആദ്യം വെള്ളിയാഴ്ച കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പോകുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു അന്നേരം വന്നുകൊണ്ടിരുന്നത്. ഈ ട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരുന്നത്. ഇത് ഈ ട്രാക്റ്റിന് 3-ാം ദിവസം ഞാൻ ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പർ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ
ഒരു ആണിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സഭയോ അങ്ങനെ സഭയിലെ പാസ്റ്റർ അറിയുമ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരാണായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പാസ്റ്ററിനെ വിളിക്കുകയും അന്നേരം എന്നോട് ചോദിച്ചു എന്നാ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ മരിക്കാൻ ഒരുങ്ങിയിരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ട്രാക്റ്റ് കിട്ടി. ആ ട്രാക്റ്റ് കിട്ടിയോടുകൂടി എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ ജീവിതം മാറി. ജീവിതത്തിൽ ഒരു മാറ്റം വന്ന പോലെ തോന്നി. ഞാൻ മരിച്ചിട്ടില്ല. അപ്പം ഞാനത് പറയണമല്ലോ, ഇത് കൊണ്ടുവന്ന ഒരാൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ നമുക്ക് അറിയിച്ചു കൊടുക്കത്തൊന്നുമില്ല. എങ്കിലും ഒന്ന് നന്ദി പറയണ്ടേ, അതിന് ഞാൻ വിളിച്ചതാണ്. അങ്ങനെ പാസ്റ്ററുമായി സംസാരിച്ച് പിറ്റേ ദിവസം തന്നെ പാസ്റ്റർ ഭാര്യയും ജയ എന്ന് പറയുന്ന സിസ്റ്ററും ഈ ട്രാക്ട് തന്ന സോജു എന്ന് പറയുന്ന ആൻറ്റിയും കൂടെ വീട്ടിൽ കടന്നു വന്നു. ആ വീട് അപ്പം വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര മോശമായ സ്ഥലം. വീട് ഇങ്ങനെ തറയൊക്കെയാണ്, ഓടിട്ടതാണെങ്കിലും മൺപരയാണ്, കുമ്മായപ്പരയാണ്. അപ്പോൾ അതിനകത്ത് അവർ മുട്ടുകുത്തിയിരുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ആ പ്രാർത്ഥിച്ച് പോയതിന് ശേഷമാണ് എനിക്ക് ഒരു ബലവും ശക്തിയൊക്കെ വന്ന് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പം ഭർത്താവ് ഇങ്ങനെ പ്രശ്നമായപ്പോഴത്തേനും അതും അതിനിടയ്ക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉള്ള ഞാൻ എൻ്റെ മനസ്സിലത് ഒളിപ്പിച്ച് വെച്ച്. പക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചെന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ശക്തിയോടുകൂടി ഒരു പെണ്ണിങ്ങനെ നിൽക്കുമോ, എങ്ങനെ ഈ കഥവും ജനലും ഇല്ലാത്ത വീട്ടിൽ കിടക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. എങ്കിലും എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു. ആ ശക്തിയിൽ ഞാൻ ജീവിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ദൈവം തന്നെയാണേലും എന്നോട് രക്ഷയേറ്റ് പറയാൻ ഇഷ്ടമാണെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ അന്ന് രക്ഷയേറ്റ് പറഞ്ഞു. അന്ന് ഏറ്റു പറഞ്ഞെങ്കിൽ അതൊക്കെ അത്ര വലിയ രക്ഷയാണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിലും രക്ഷയൊക്കെ ഏറ്റു പറഞ്ഞു. പിന്നെ ഒരു കുതിച്ചുയരുന്ന പോലത്തെ ഒരു ഉയരമായിരുന്നു എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ നല്ലപോലെ പണിയെടുക്കാൻ തുടങ്ങി. മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ദൈവമാണ് എന്നെ രക്ഷിച്ചത്. ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചാൽ ദൈവം 2 കാര്യം സാധിച്ചു തരുന്ന രീതിയിൽ നമ്മളെ നടത്തുവാനായിട്ട് സഹായിച്ചു. സ്തോത്രം. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ രേഖ സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേൾക്കുവാനിടയായല്ലോ. ഈ ട്രാക്റ്റ് ഈ വേദന എന്തിനാ എന്ന ആ ട്രാക്റ്റ് കൊടുത്തതാണ്. അങ്ങനെ അത് വായിച്ച് രക്ഷിക്കപ്പെട്ട സിസ്റ്റർ ലേഖ ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിൽക്കുന്നു. ഇന്ന് ഒറ്റയ്ക്കൊരു വീട്ടിൽ സ്തോത്രം ഏകയാണെങ്കിലും കർത്താവ് കൂടെയുണ്ടെന്ന ബലത്താൽ ഈ നാട്ടിലൊരു സാക്ഷിയായി നിൽക്കുന്നു. കാരണം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 54-ാം അധ്യായത്തിൽ പറയുന്നു, യൗവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്ന പോലെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ആ ദൈവം സഹോദരിയോട് കൂടെയുണ്ട്. ആ മനോഹരമായ സാക്ഷി നമ്മൾ കേട്ടല്ലോ. എങ്കിൽ നമുക്ക് തുടർന്നും കേൾക്കാം. ഈ ട്രാക്റ്റ് ഈ സഹോദരിയുടെ കയ്യിൽ എത്തിച്ച സിസ്റ്റർ സോജു ഇവിടെയുണ്ട്. സിസ്റ്റർ സോജു, അന്നത്തെ ആ ഒരു സാഹചര്യം വിവരിക്കാമോ? എങ്ങനെയായിരുന്നു ഈ ട്രാക്റ്റ് എത്തിച്ചത്? എനിക്ക് കർത്താവ് ഒരു ദർശനം തന്നായിരുന്നു. കോട്ടയത്ത് ചന്തക്കവലയിൽ നിന്ന് ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ദർശനം കർത്താവ് തന്നായിരുന്നു. ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ ചെന്നപ്പം അവിടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെന്നു. പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കയ്യിൽ വലിയൊരു ശക്തി ഞാൻ അനുഭവിച്ചു. ആ ശക്തി അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ സ്ഥാനത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാണ് ഈ ശക്തി എനിക്ക് തന്നേ? അന്നേരം വീണ്ടും കോട്ടയം ചന്തക്കവലയിൽ നിന്ന് ട്രാക്റ്റ് കൊടുക്കുന്ന കർത്താവ് വീണ്ടും എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് ട്രാക്റ്റ് കൊടുക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ചർച്ച വെച്ച് തന്നെ ഞാനൊരു സഹോദരിയോട് ചോദിച്ചു, നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ? 4 മണിയാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞ് 4 മണിയാകാറായപ്പോൾ വിളിച്ചപ്പം ആ സഹോദരിക്ക് എന്തോ ഒരു തടസ്സം വന്നു. അങ്ങനെ പക്ഷേ എന്നെ കർത്താവ് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നെ നിർബന്ധിക്കുക, നീ പോ എന്ന് പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് ഇറങ്ങുക. അങ്ങനെ ഞാൻ ഇറങ്ങി ചന്തക്കവലയിൽ പോയി ട്രാക്റ്റ് എല്ലാം കൊടുത്ത് തീർത്തു. അതെ. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു ചന്തക്കവല ഇതുപോലെ തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു പോയത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും തോന്നിയായിരുന്നോ? കർത്താവ് അത്രയും നിർബന്ധിച്ച കാരണം കർത്താവ് അതുപോലെ എന്നെ നിർബന്ധിച്ചു. എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ കർത്താവ് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാനായിട്ട് പോയത്. ആരുമില്ലായിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ അതുപോലെ നിർബന്ധിക്കുക ഇത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പോയി. തനിയായിരുന്നൊന്നും തോന്നിയില്ല, കർത്താവ് കൂടെ എന്നുള്ള ആ ഒരു ബലത്തോടെ തന്നെ പോകാനും കയ്യിലിരുന്ന ട്രാക്റ്റ് മുഴുവൻ കൊടുത്ത് തീർത്തിട്ട് പോരാനും കർത്താവ് സഹായിച്ചു. സ്തോത്രം. എനിക്ക് ഓർമ്മ വരുന്നത് ശുശ്രൂഷ ഉണ്ടായിരുന്ന ഫിലിപ്പോസിനെ ദൈവം നിർബന്ധിക്കുകയാണ് ആ ദേശത്തേക്ക് പോകുവാനായിട്ട്. അവിടെ ഒരു ഷണ്ടനുണ്ടായിരുന്നു. ആ ഷണ്ടന് വേണ്ടി ദൈവം അയച്ചു. അത് ഒറ്റയ്ക്കാണ് അദ്ദേഹം പോയത്. കൂട്ടുകാർ
നാട്ടുകാരെ നോക്കിയില്ല. ഒറ്റയ്ക്കാണെങ്കിലും പോയി ആ ശുശ്രൂഷ ചെയ്യുവാനും ആ ഒരു വലിയ ഒരു ദൈവമഹത്വം ആ ഷണ്ടനിലൂടെ ഇറങ്ങിയതുപോലെ ഈ സിസ്റ്ററിലൂടെ ഇറങ്ങുവാനും ദൈവം ഇടയാക്കി. സിസ്റ്റർ ലേഖയിലൂടെ ആ സിസ്റ്റർ ലേഖയുടെ സാക്ഷ്യമാണ് നമ്മൾ ആദ്യം കണ്ട ട്രാക്റ്റ്. അങ്ങനെ ഈ ട്രാക്റ്റിൻ്റെ പിറവിയുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമുക്ക് ഒരു പ്രചോദനമാണ്. സ്തോത്രം. ട്രാക്റ്റ് കൊടുക്കുവാനും അനേകർക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാനും വേണ്ടി. പലപ്പോഴും നമ്മൾ പോകാതിരിക്കുന്നത് നമ്മുടെ കൂടെ ആരും വരാനില്ല എന്നും പറഞ്ഞും ചിലപ്പോൾ ഞാൻ ട്രാക്റ്റ് കൊടുത്താൽ ആരെങ്കിലും തിരസ്കരിക്കുമോ എന്ന ഭയം കൊണ്ടുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെട്ടിരുന്നാൽ സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ ആ പണിയിലേക്ക് നമുക്കും പങ്കാളിയാകാനുള്ള ആ സാഹചര്യത്തെ നമ്മൾ തള്ളിക്കളയുകയാണ്. പാട്ടുകാരൻ പറഞ്ഞതുപോലെ, ഒരു നാളിൽ നിൻ സന്നിധിയിൽ വരുമേ അന്നടിയാർ ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായിത്തീരരുത്. ഇതുപോലെ ഒത്തിരി ആത്മാക്കളെ നമുക്കും നേടാം. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ മഹത്വം, നമ്മുടെ കിരീടം, നമ്മുടെ സന്തോഷം ഇവരാകുന്നു. ഇതുപോലെ അനേകം ആത്മാക്കളെ നേടാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം.